എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോഴികളെ വളർത്തുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കോഴിക്കാഷ്ടത്തിൽ നിന്നുള്ള മണവും അതുപോലെ ഈച്ചയുടെ ശല്യവും. ഇതെങ്ങനെ ഇല്ലാതാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് എൻ്റെ കോഴിക്കൂടിൻ്റെ അടിവശം. നിറയെ കാഷ്ടങ്ങളെല്ലാം വീണ് കിടപ്പുണ്ട്. ഇന്ന് വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാനതൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഒന്നാമതായിട്ട് മഴ നനയാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് ഇതുപോലൊരു മുപ്പല്ലി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുല്ലുമാന്തി എന്നൊക്കെയാണ് പറയുന്നത്. ഈ മുപ്പല്ലി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് കഴിയും. കാഷ്ടം വീഴുമ്പോൾ ജലാംശത്തോടു കൂടിയാണ് കാഷ്ടങ്ങൾ താഴെ വീഴുന്നത്, നമ്മൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കാഷ്ടത്തിൽ വന്നിരുന്ന ഈച്ചകളും കൊതുകുകളും എല്ലാം മുട്ടയിടുകയും അങ്ങനെയാണ് ഈച്ചയും കൊതുകും എല്ലാം പെരുകി വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഈച്ചയുടെ ശല്യം കുറയും. ഇപ്പോൾ ഞാനെല്ലാം ഇളക്കി എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അറക്കപ്പൊടിയാണ്. ഇവിടെ നമ്മൾ അറക്കപ്പൊടി എന്നാണ് പറയുന്നത്. മറ്റു സ്ഥലങ്ങളിൽ ഈർച്ചപ്പൊടിയെന്നും മരപ്പൊടി എന്നൊക്കെ പറയാറുണ്ട്. നല്ല ഉണങ്ങിയ അറക്കപ്പൊടിയാണ് നമ്മൾ തൂളി കൊടുക്കേണ്ടത്. അങ്ങനെ ഉണങ്ങിയ അറക്കപ്പൊടി നമ്മൾ തൂളി കൊടുക്കുമ്പോൾ എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ തന്നെ ഈ അറക്കപ്പൊടി ജലാംശം വലിച്ചെടുക്കുകയും കോഴിക്കാഷ്ടം ഉണങ്ങിക്കിടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന സമയത്ത് മറ്റ് ഈച്ചകളും കൊതുകുകളും ഒന്നും മുട്ടയിടില്ല. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ കുമ്മായപ്പൊടി വിതറി കൊടുക്കുക എന്നുള്ളതാണ്. കുമ്മായപ്പൊടി ഇങ്ങനെ നമ്മൾ വിതറി കൊടുക്കുമ്പോൾ എന്തെങ്കിലും പുഴുകളോ അല്ലെങ്കിൽ ഈച്ചകളുടെ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നശിച്ചു പോകും. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മളിതുപോലെ കുമ്മായപ്പൊടി തൂളി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് മഴ നനയാതെ നോക്കുക. രണ്ടാമത് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുക. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ അറക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ആഴ്ചയിലൊരു 2 ദിവസമെങ്കിലും കുമ്മായപ്പൊടി തൂളി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കാഷ്ടത്തിൽ നിന്നും ഈച്ചയും മണവും ഒന്നും ഇല്ലാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും. ഈച്ചയുടെ ശല്യം കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഈച്ചയുടെ മരുന്ന് മേടിച്ച് സ്പ്രേ ചെയ്തു, ഈച്ച പേപ്പറൊക്കെ വെച്ച് നോക്കി, പല കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടും നമുക്ക് ഈച്ചയെ തുരത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയൊരു ശ്രമം നടത്തിയപ്പോൾ ഇപ്പോൾ ഈച്ച നമുക്ക് ശല്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കോഴി വളർത്തുന്നവർക്കും ഇത് പ്രയോജനപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.